എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താക്കി 8 ദിവസത്തെ സന്ദർശനത്തിനാണ് ഇന്ത്യയിലേക്ക് വന്നത്. സാധാരണ ഒരു ഫോറിൻ ഡെലിഗേറ്റ് ഒരു രാജ്യത്ത് പോകുമ്പോൾ കൂടിപ്പോയാൽ 4 ദിവസം, അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാറില്ല. അപ്പോൾ മുത്താക്കി എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ 8 ദിവസം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്? അപ്പോൾ ഈ കാലയളവിൽ നമ്മൾ വിദേശകാര്യമന്ത്രി ജയശങ്കറായിട്ട് സംസാരിച്ചു, ഡോവലായിട്ട് സംസാരിച്ചു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് സംസാരിക്കാൻ പോകുന്നു. പിന്നെ അത് മാത്രമല്ല നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇത് എന്താണ് ഇത്ര സംസാരിക്കാൻ? ആൾക്കാർ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ താലിബാൻ ഒരിക്കലും ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യ അംഗീകരിക്കാത്ത ഒരു ഭരണകൂടത്തെ അതിനെ നയിക്കുന്ന അതിലുള്ള ഒരു വിദേശകാര്യമന്ത്രി വന്നിട്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രി അടക്കം ആൾക്കാരുമായിട്ട് മാരത്തോൺ മീറ്റിംഗ്, അത് ചെറിയ രീതിയിൽ 1 മണിക്കൂർ 2 മണിക്കൂറല്ല, മണിക്കൂറുകൾ നീണ്ട മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നു. അപ്പോൾ മാധ്യമങ്ങൾക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. മാധ്യമങ്ങൾ ഇവിടെ ചർച്ചയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ എംബസി ഇവിടെയുണ്ട്, ഇന്ത്യയിലുണ്ട്. അപ്പോൾ അഫ്ഗാൻ എംബസിയിൽ വെച്ച് നടന്ന ഒരു പത്രസമ്മേളനത്തിൽ അവിടെ സ്ത്രീ മാധ്യമ പ്രവർത്തകരെ കയറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വലിയ രീതിയിലുള്ള പ്രിയങ്ക ഗാന്ധിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ കാണാത്ത ആ തള്ളയൊക്കെ ഇപ്പോൾ കാണാൻ തുടങ്ങി. വലിയ രീതിയിലുള്ള ഇവിടെ സ്ത്രീ സമത്വമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാക്കാൻ, അതായത് പിള്ളേരോടൊക്കെ തെരുവിലിറങ്ങാനാണ് പ്രിയങ്ക ഗാന്ധിയൊക്കെ പറയുന്നത്. അപ്പോൾ മാധ്യമങ്ങൾക്ക് ഒന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അഫ്ഗാനിസ്ഥാനായിട്ട് എന്താണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്? നമ്മുടെ സുഡാപ്പി മാധ്യമങ്ങളൊക്കെ ഈ മീഡിയ ഫണ്ട് പോലത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ മുമ്പ് ഇവർ വിസ്മയമായിരുന്നു. പക്ഷേ ഇപ്പോഴും എന്തൊക്കെയോ ചീഞ്ഞ് നാർന്നു എന്ന് അവർക്ക് തോന്നിയതുകൊണ്ട് അവരും ഇപ്പോഴും താലിബാനെ തള്ളി പറയാൻ തുടങ്ങി. ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സുഡാപ്പികളൊക്കെ വന്നിട്ട് ഈ സംഖ്യകളെ തെറി വിളിക്കുകയാണ്. അതായത് മുമ്പ് താലിബാനെ വിസ്മയം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇത് നടത്തിയില്ലേ, ശ്രീജിത്ത് പണിക്കരൊക്കെ എടുത്തിട്ട് അലക്കുന്നുണ്ട് ഓരോ സുഡാപ്പികളൊക്കെ. അതായത് വിസ്മയം എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്ത ഒരാളാണ് ശ്രീജിത്ത് പണിക്കർ. അതേ ശ്രീജിത്ത് പണിക്കറിനെ ഇപ്പോൾ ആ താലിബാനൊക്കെ പുകഴ്ത്തി അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സുഡാപ്പികളൊക്കെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനർത്ഥം എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ടാവും. അവന്മാർക്ക് മനസ്സിലായി അവന്മാർക്കെതിരെ എന്തോ സംഭവിക്കുന്നുണ്ട്. അതായത് അവന്മാരുടെ ബാപ്പയായ പാകിസ്ഥാനിട്ട് കറാച്ചിയിലിട്ട് എന്തോ പണിയാൻ ഇവർ വലിയ രീതിയിലുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അവന്മാർക്ക് മനസ്സിലായി. അപ്പോൾ എന്തിനായിരിക്കും മുത്താക്കി 8 ദിവസം ഇവിടെ സന്ദർശിച്ചിട്ട് വലിയ വലിയ കാര്യങ്ങൾ എന്തായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്? അത് വലിയൊരു സംഭവമായിട്ട് അത് കേട്ട് കഴിഞ്ഞാൽ ഓരോ ഭാരതീയനും രോമാഞ്ചം കൊള്ളുന്ന കാര്യമാണ്. അതെന്താണെന്ന് വിശദമായും ഞാൻ പറഞ്ഞുതരാം. ഈ മുത്താക്കി ഇന്ത്യയിലോട്ട് വരുന്നതിന് മുന്നേ ഏകദേശം 2 മാസം മുന്നേ തന്നെ റഷ്യ സന്ദർശിച്ചിരുന്നു. അപ്പോൾ റഷ്യയിൽ ഇതേമാതിരി റഷ്യയിൽ 6 ദിവസത്തെ സന്ദർശനമായിരുന്നു. അവിടെ പുടിനായിട്ട് സംസാരിക്കുന്നു. അവിടുത്തെ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഹെഡ്, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, അവരൊക്കെയായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അവിടുത്തെ വിദേശകാര്യമന്ത്രിയായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ കൂലങ്കഷമായ ചർച്ച, വലിയ ഒരു മാരത്തോൺ മീറ്റിംഗ് റഷ്യയിലും കഴിഞ്ഞിട്ടാണ് ഈ മുത്താക്കി ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പോൾ സെയിം പാറ്റേണിലുള്ള ഒരു ഡിസ്കഷൻ, ഒരു ചർച്ചയൊക്കെയാണ് ഇന്ത്യയിലും സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന്ന് എന്താണ് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്? ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, റഷ്യ ഇവന്മാർ ചേർന്നിട്ട് ഇന്ത്യ റഷ്യയുടെ ഒരു ജോയിൻറ്റ് പരിപാടിയാണ്. വലിയൊരു ബൃഹത് പരിപാടി ഇന്ത്യ നടപ്പാക്കാൻ പോവുകയാണ്. അത് കേട്ട് കഴിഞ്ഞാൽ ഓരോ ഭാരതീയനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇത് കേട്ട് കഴിഞ്ഞാൽ ഓരോ ഭാരതീയനും ഇങ്ങനെ രോമം എഴുന്നേറ്റ് നിൽക്കും. അതായത് സംഭവം ഞാൻ പറഞ്ഞുതരാം. 1900 ഈ രാജീവ് ഗാന്ധി 91 തോന്നുന്നു, രാജീവ് ഗാന്ധി മരിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഇന്ത്യയും തുർക്ക്മെനിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. അതായത് പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഭാഗമായിരുന്നു. അതിന് വിട്ട് വന്ന ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് മുസ്ലിം ഒരു സർക്കാരാണ് അവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ല, കുറേ മരുഭൂമി, വലിയ ഇങ്ങനെ ഒരു കൃഷി പോലും, ഒരു പച്ചപ്പ് പോലും കാണാത്ത കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ തുർക്ക്മെനിസ്ഥാൻ. അപ്പോൾ തുർക്ക്മെനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ ഒരു ഡിസ്കഷൻ നടന്നിരുന്നു. കോൺട്രാക്ട് സൈൻ ചെയ്തില്ല, ഒരു ഡിസ്കഷൻ നടന്നിരുന്നു. അതായത് 2 or 3 തവണ ഡിസ്കഷൻ നടന്നിരുന്നു. അപ്പോൾ നരേന്ദ്രമോദി 2014 അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇങ്ങനെ ഓരോ രാജ്യങ്ങളും സന്ദർശിച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ കളിയാക്കില്ലേ, ഇദ്ദേഹം ഊരുതുണ്ടാണ്. അതായത് പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇങ്ങനെ സുഖിച്ച് നടക്കുകയാണ് ഓരോ രാജ്യത്തും. സുഖിച്ച് നടക്കില്ല. ശരിക്കും എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ചിന്തിച്ച് തീരുന്നിടത്ത് പുള്ളി ചിന്തിച്ച് തുടങ്ങും. അപ്പോൾ ഓരോ രാജ്യത്തും പോയിട്ട് വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചു. നമ്മളിപ്പോൾ അമേരിക്കയുടെ താരിഫ് ഏർപ്പെടുത്തില്ലേ, ആ താരിഫ് നമ്മളെങ്ങനെ മറികടന്നേ? അത് അമേരിക്ക ഇവിടുന്ന് കയറ്റിയേക്കുന്ന പല സാധനങ്ങളും മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ വിപണി ഓപ്പൺ ചെയ്തു. ഇപ്പം ഒരു ചെമ്മീൻ്റെ കേസ് തന്നെ പറയും. ഇപ്പം ഏറ്റവും കൂടുതൽ പറയുന്നത് പ്രശ്നം ഉണ്ടാകുന്നത് ചെമ്മീൻ്റെ ഇതൊക്കെ ആയിരിക്കും പറഞ്ഞു. പക്ഷേ യൂറോപ്പിൽ രാജ്യങ്ങൾ വിളിയാണ് ഇന്ത്യയോട്. അതായത് ഞങ്ങൾ എത്ര പൈസ വേണമെങ്കിൽ ഞങ്ങളത് തരാം, ഇങ്ങോട്ട് നിങ്ങൾ കയറ്റേക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. അപ്പോൾ അത്രയല്ല അമേരിക്കയുടെ താരിഫൊക്കെ നമ്മൾ മറികടന്നു. അതായത് ഓരോ രാജ്യത്തും പോയിട്ട് രാജ്യങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ബന്ധം, അതിന് പുറത്താണ് നമ്മളിപ്പോഴെന്ന് പറയുന്നത് നരേന്ദ്രമോദി അന്ന് സ്ഥാപിച്ച ബന്ധത്തിൻ്റെ ഇതിലാണ് നമ്മൾക്കെതിരെ വരുന്ന പല പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇതൊക്കെ ഫോറിൻ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോഴാണ് നരേന്ദ്രമോദിക്ക് ഈ തുർക്ക്മെനിസ്ഥാനിൽ ഗ്യാസ് പൈപ്പ് ലൈനിലെ ഒരു ഡിസ്കഷൻ നടന്ന കാര്യം പറയുന്നത്. അപ്പോൾ തന്നെ പുള്ളി തുർക്ക്മെനിസ്ഥാനിലേക്ക് പോകുന്നു. ഏകദേശം 2017 പുള്ളി 2017 പുള്ളി തുർക്ക്മെനിസ്ഥാനിൽ പോകുന്നു.
അപ്പോൾ പോയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അതായത് ഇങ്ങനൊരു നമ്മുടെ ഒരു ഡിസ്കഷൻ നടത്തിയില്ലേ, അതെന്താ നമുക്ക് വീണ്ടും അത് പുനരുജ്ജീവിപ്പിക്കേണ്ടേ എന്ന് പറയുന്നു. അപ്പോൾ പറയുമ്പോൾ എന്താ ഒരു ചലഞ്ച് എന്താണെന്ന് അറിയോ? അതായത് മുമ്പ് അവർ ആദ്യം പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ തുർക്ക്മെനിസ്ഥാനിൽ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ നേരെ അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാനിൽ ഇങ്ങനെ വന്ന് ഇന്ന് ഇന്ത്യയിലോട്ട് ഡൽഹിയിലോട്ട് വരുന്നൊരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഇന്ത്യ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് ടാപ്പി. അതായത് ടി മീൻസ് തുർക്ക്മെനിസ്ഥാൻ, എ ഫോർ അഫ്ഗാനിസ്ഥാൻ, പി ഫോർ പാകിസ്ഥാൻ, ദെൻ ഇന്ത്യ. അങ്ങനെ ഈ വഴികളിലൂടെ, അതായത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ സംരംഭം ഇന്ത്യ ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ചലഞ്ചിങ് ആയിട്ട് എന്താണെന്ന് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, നരേന്ദ്രമോദി ഒരു രാജ്യം വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ഈ രാജ്യത്തിനെ കൊണ്ട് എന്തൊക്കെ ഉപകാരമുണ്ടെന്ന് എല്ലാം വിശദമായി പഠിച്ചതിന് ശേഷമാണ് ഒരു രാജ്യത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ പോയി ചെന്ന് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കരാറുകളായിരിക്കും ഒപ്പുവെക്കുക. ഈ തുർക്ക്മെനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാച്ചുറൽ റിസോഴ്സിൻ്റെ രണ്ടാം സ്ഥാനമാണ് ഇവിടെയുള്ളത്. അപ്പോൾ അവിടുന്ന് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ എന്നവരുടെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ മേഖലയിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടും. അപ്പോൾ ഇവിടെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പാകിസ്ഥാനിലൂടെ ഈ പ്രോജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാൻ ഇപ്പോൾ ഭയങ്കര ശത്രുക്കളായിരിക്കുകയാണല്ലോ, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. അപ്പോൾ അവിടെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാനിലൂടെ വരുന്ന ഇതിന് ആര് പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നുള്ളൊരു വലിയൊരു ചോദ്യചിഹ്നം അവിടെ വന്നു. അപ്പോഴാണ് ഈ അഫ്ഗാനിസ്ഥാൻ വിഷയം. അഫ്ഗാനിസ്ഥാൻ പറയുന്നു, ഞങ്ങൾ തെഹ്രീക്ക് താലിബാൻ, അതായത് TTP, താലിബാൻ്റെ പാകിസ്ഥാനിലെ മൊഡ്യൂളാണ് തെഹ്രീക്ക് താലിബാൻ ഇൻ പാകിസ്ഥാൻ, TTP എന്ന് അതിന് പറയാം. അപ്പോൾ താലിബാൻ പറയുന്നു, ഞങ്ങളുണ്ടല്ലോ ഇവിടെ, ഞങ്ങൾ നമ്മുടെ TTP ഉപയോഗിച്ച് അതിന് പ്രൊട്ടക്ഷൻ തരാമെന്ന് വാക്കിയിരുന്നു. ഗ്യാരണ്ടിയാണ്, താലിബാൻ്റെ ഗ്യാരണ്ടിയാണ്. പാകിസ്ഥാൻ ഒരു തരത്തിലും എന്താ പറയുക, അതിന് ഒരു ചുക്കും ചെയ്യില്ല എന്ന രീതിയിലുള്ള ഒരു ഗ്യാരണ്ടി. അപ്പോൾ ഇതിനിടയിലാണ് റഷ്യ പാകിസ്ഥാൻ വഴി സിന്ധു പ്രവിശ്യ വഴി ആ ഏരിയയിൽ റഷ്യയിലേക്കും ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ്റെ ഒരു പ്രൊജക്റ്റ് മുമ്പേ ഡിസ്കസ് നടത്തിയിരുന്നു. പക്ഷേ അതിന് പാകിസ്ഥാൻ്റെ കയ്യിൽ കാശില്ലാത്തത് കാരണം അത് പാകിസ്ഥാനും കൂടി ഗുണമുള്ള ഒരു കാര്യമാണ്. ഈ റഷ്യ വലിക്കുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ പാകിസ്ഥാനും കൂടി ഗുണമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് പൈസയും ഇന്ന് നട്ടം തിരിയുന്നത്, അതായത് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഇവിടുന്നാണ് അവർക്ക് പൈസ എന്നുള്ള കാര്യത്തിൽ ഒരു എത്തുമിടിയില്ല. അപ്പോൾ ഈ അടുത്ത കാലത്താണ് റഷ്യ പുടിൻ ഷഹബാസ് ഷെരീഫിനെ വിളിച്ചിട്ട് പറയുന്നു, നമുക്ക് ആ പൈപ്പ് ലൈനിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് നോക്കണ്ടേ, നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞങ്ങൾക്ക് എവിടുന്നാണ് കാശ് എന്നൊക്കെ ഇല്ല രീതിയിലുള്ള പറഞ്ഞു. അതായത് പാകിസ്ഥാൻ മൊത്തത്തിൽ പട്ടിണിയാണോ, അവിടെ ഗോതമ്പ് പോലും കിട്ടാനില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. മുഴുപട്ടിണിയിലാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ അടുത്ത കാലത്താണ് ഷഹബാസ് ഷെരീഫ് വീണ്ടും പുടിനെ വിളിക്കുന്നു, അത് നമ്മൾ സെറ്റാക്കി എടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ റഷ്യ ആ വഴി, അതായത് ഈ പാകിസ്ഥാനിലോട്ട് തുർക്ക്മെനിസ്ഥാൻ ഇതുവഴി പാകിസ്ഥാൻ വഴിയൊക്കെ, പാകിസ്ഥാനിലെ കൊറ്റ എന്ന് പറയുന്ന സ്ഥലത്തേക്കൂടെയൊക്കെ ഈ പൈപ്പ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് കളി. ഈ മുത്താക്കി റഷ്യയിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതായത് ഈ അഫ്ഗാനിസ്ഥാൻ വഴി ഈ കടന്നു വരുന്നുണ്ട് ഈ പൈപ്പ് ലൈൻ. അപ്പോൾ ഈ റഷ്യ മുത്താക്കിയായിട്ട് സംസാരിച്ചിട്ട് എല്ലാം സെറ്റിൽ ചെയ്യുന്നു. അതായത് നമ്മുടെ ഒരു പൈപ്പ് ലൈൻ അതുവഴി വരുന്നുണ്ട്, അതിനെല്ലാവിധ പ്രൊട്ടക്ഷനും വേണം, അത് നിങ്ങളുടെ സഹായം വേണം എന്നുള്ള രീതിയിൽ റഷ്യ ഇവരോട് സംസാരിക്കുന്നു. അത് ഞാൻ ഏറ്റവും അളിയാന്നുള്ള രീതിയിൽ മുത്താക്കി പറയുന്നു. അപ്പോഴാണ് ഇന്ത്യയുടെ പ്രൊജക്റ്റും കടന്നു വരുന്നത്. അപ്പോൾ ഇന്ത്യയും റഷ്യ കൊണ്ടുവരുന്ന പൈപ്പ് ലൈനിൻ്റെ ഏകദേശം ആ പ്രദേശത്തോടുകൂടി ഇന്ത്യക്കും തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും പൈപ്പ് ലൈൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റഷ്യ കൊണ്ടുവരുന്ന സാധനം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ റഷ്യയുടെ കൊണ്ടുവരുന്ന പൈപ്പ് ലൈനിൽ പാകിസ്ഥാൻ ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കും. ഇൻ കേസ് അവന്മാർ അവിടെ എന്തെങ്കിലും അലമ്പ് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റഷ്യ കയറി അവന്മാരെ അടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ആ ഒരു പേടി എന്തായാലും പാകിസ്ഥാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, പാകിസ്ഥാനും ഗുണമുള്ള ഒരു പ്രൊജക്റ്റാണ് റഷ്യ കൊണ്ടുവരുന്നത്. അത് റഷ്യയുടെ ആ പൈപ്പ് ലൈൻ പ്രോജക്റ്റിൽ പാകിസ്ഥാനും ഗ്യാസ് കിട്ടും. അപ്പോൾ ഷഹബാസ് ഷെരീഫ് ഒരിക്കലും അതിന് എഗെയിൻസ്റ്റ് നിൽക്കില്ല. ഇവിടെയാണ് മോദി കയറി കളിച്ചിട്ട് അഫ്ഗാനിസ്ഥാനൊക്കെ ഇറക്കിയിട്ട് അതുവഴി തന്നെ ആ പ്രദേശത്തോടു കൂടി തന്നെ തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് നമ്മുടെ ഡൽഹിയിലോട്ട്, അഫ്ഗാനിസ്ഥാൻ വഴി ഡൽഹിയിലോട്ട് ഒരു പൈപ്പ് ലൈൻ കൊണ്ടുവരുന്ന പ്രോജക്റ്റ്. അപ്പോൾ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്, ഈ റഷ്യ കൊണ്ടുവരുന്ന പൈപ്പ് ലൈനിൻ്റെ കൂടെ തന്നെ ഇന്ത്യയുടെ പൈപ്പ് ലൈനും കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാകിസ്ഥാൻ അതിന് ഒരിക്കലും, പാകിസ്ഥാൻ വേണമെങ്കിൽ കട്ട് ചെയ്യാം, ഒരു രാജ്യത്തോട് കടന്നു വരുമ്പോൾ വേണമെങ്കിൽ അതിൻ്റെ സപ്ലൈ വേണമെങ്കിൽ കട്ട് ചെയ്യാം. പക്ഷേ ഒരിക്കലും ഇനി അത് ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ റഷ്യൻ പ്രൊജക്റ്റിനെയും എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് ഈ താലിബാൻ ഉപയോഗിച്ചിട്ട് ആ ഒരു പ്രൊട്ടക്ഷൻ, ഇൻ കേസ് അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ പ്രൊട്ടക്ഷൻ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് ഈ TTP ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ചെയ്തു തരാമെന്ന് ഈ താലിബാൻ ഇന്ത്യക്കും റഷ്യക്കും ഉറപ്പ് കൊടുത്തു. ആദ്യം റഷ്യക്ക് ഉറപ്പ് കൊടുത്തു, പിന്നെ ഇന്ത്യക്കും ഉറപ്പ് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യ റഷ്യ ഒരു ജോയിൻറ്റ് പരിപാടിയിലൂടെയാണ്, ഒരു ജോയിൻറ്റ് വെഞ്ചറിലൂടെയാണ് ഇങ്ങനെ വലിയൊരു പ്രോജക്റ്റ് താലിബാനെ മുൻനിർത്തി ഇന്ത്യ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ മേഖലയിൽ ഈ ഗ്യാസ് പ്രശ്നം ദീർഘകാല അടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ പെടും. ഭാവിയിൽ അത് വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാകും. അപ്പോൾ ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താലിബാനെ മുൻനിർത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താലിബാൻ ഉപയോഗിച്ചിട്ട് അത് ശരിപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ റഷ്യയുടെ ആ ഏരിയയിൽ, ഈ പൈപ്പ് ലൈൻ വരുന്ന ഏരിയയിൽ പാകിസ്ഥാൻ എന്തെങ്കിലും അഭ്യാസം ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ
റഷ്യ കയറിയടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതൊക്കെ സംസാരിച്ച് എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുത്താക്കി ഇന്ത്യയിലോട്ട് വന്നത്. അപ്പോൾ ആദ്യം റഷ്യയിൽ പോയി, പിന്നെ അത് കഴിഞ്ഞ് അവരെ സെറ്റിൽ ചെയ്തിട്ട് നേരെ ഇന്ത്യയിൽ വന്ന് ഈ ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ചിപ്പോൾ സെറ്റിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്ന മാതിരി ഈ അഫ്ഗാൻ എംബസിയിൽ അവിടുത്തെ വിദേശകാര്യമന്ത്രി പത്രസമ്മേളനത്തിൽ സ്ത്രീകളെ കയറ്റിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വലിയ രീതിയിൽ കോലാഹലം നടത്തുന്നവർ ശ്രദ്ധിക്കുക. വലിയ വലിയ കാര്യങ്ങളാണ് ഇന്ത്യ എക്സിക്യൂട്ട് ചെയ്തത്. നരേന്ദ്രമോദി വന്നതിന് ശേഷം നമുക്കറിയാം, രാവിലെ ഒരു പ്രൊജക്റ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി വൈകുന്നേരം തന്നെ അതിൻ്റെ കോൺട്രാക്ടർ വിളിച്ച് ഫോൺ ചോദിക്കുക ചെയ്യുക, എന്ന് പരിപാടി എന്തായെന്നൊക്കെ ചോദിക്കുക ചെയ്യുക. പക്ഷേ കോൺഗ്രസിൻ്റെ കാലത്ത് എന്താണ്, അതായത് ഒരു കല്ലിട്ട് വലിയ വലിയ പ്രൊജക്റ്റിനൊക്കെ കല്ലിടും, പിന്നെ അടുത്ത 25 വർഷം കഴിയുമ്പോൾ ആ കല്ലം നനക്കും. ആ രീതിയിലാണ് ഇവർ പരിപാടി. അതായത് അതിനിടയിൽ തന്നെ അവന്മാരുടെ പോക്കറ്റ് പൊങ്ങണം, നേതാക്കന്മാരുടെ വീടൊക്കെ മൂടി പിടിപ്പിക്കണം, വീട് പൊങ്ങണം. അതിനുശേഷം മിച്ചം വരുന്ന കാശുണ്ടെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും എടുത്ത് ഇവിടെ പരിപാടി നടന്നത്. അപ്പോൾ കോൺഗ്രസ് സർക്കാർ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ എൻ്റെ ഡിഫറൻ്റ് ആണ്. അതായത് രാവിലെ ഒരു പദ്ധതി പ്രഖ്യാപിക്കും, വൈകുന്നേരം ആകുമ്പോൾ കോൺട്രാക്ടിനെ വിളിച്ച് ഈ പണി തുടങ്ങിയ കല്ലിട്ടോ എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. നമുക്ക് സെൻട്രൽ വിസ്തയുടെ കാര്യം തന്നെ നോക്കാം. സെൻട്രൽ വിസ്ത ഏകദേശം 2 വർഷം എടുത്തിട്ടാണ്, 2 വർഷം കൊണ്ടാണ് തീർത്തത്. 2 വർഷത്തിൽ അത് ലോഞ്ച് ചെയ്തു, ഇനോഗ്രേറ്റ് ചെയ്തു, അത് ഓപ്പറേഷനിലാക്കി. ഒന്ന് ആലോചിച്ച് നോക്കി, അത്ര ഡൽഹി പോലെയുള്ള അത്ര ഒരു സ്ഥലത്ത് ഇത്ര വലിയ വലിയ കാര്യങ്ങൾ കെട്ടിപ്പോക്കണമെങ്കിൽ. അപ്പോൾ അത്തരത്തിലാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനം. അപ്പോൾ എന്ത് തന്നെയായാലും ഈ അഫ്ഗാനിസ്ഥാൻ ഉപയോഗിച്ചിട്ട് വിസ്മയം എന്ന് പറയുന്ന, അതായത് മുമ്പത്തെ ഈ സുഡാപ്പികൾ തന്നെ പുകഴ്ത്തി പറഞ്ഞ അവരെ ഇപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി എന്തോ അകത്തളത്തിൽ ചീഞ്ഞ് നാറുന്നുണ്ട്. അതായത് നമ്മുടെ ബാപ്പ കറാച്ചി ബാപ്പക്ക് പണി കൊടുക്കാൻ പോകുകയാണെന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനക്കെതിരെ വലിയ ക്യാമ്പയിൻ ഇവിടുത്തെ സുഡാപ്പികൾ തന്നെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ദീർഘവീക്ഷണം, അത് ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇച്ഛാശക്തിയും എങ്ങനെ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. ഇനി പാകിസ്ഥാനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ഇതൊന്നും ആരും പുള്ളിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബേസിക്കലി പുള്ളി ഒരു ഗുജറാത്തിയാണ്. ഒരു ഗുജറാത്തി ഒരു ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സംഗതി ജോറാവട്ടെ, നമുക്ക് വലിയ വലിയ പ്രോജക്റ്റുകൾ ഇന്ത്യയിലേക്ക് വരട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ. അപ്പോൾ അതിനെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.